കനകം, ഞാൻ ഈ വീട്ടിലെ ആരാ? എന്നമ്മ ഇത്? അമ്മൂമ്മ. അമ്മൂമ്മ. എന്തിനാ പേരിനിങ്ങനെ ഒരു അമ്മൂമ്മ സ്ഥാനം? എന്നമ്മ ആച്ച്? നീ അവളെ ഒന്ന് വിളിക്ക്. ഇങ്ങ ഇരുന്ന് കൂപ്പിട്ട പോതുമാ? വേണ്ട, അങ്ങ് വാഴക്കാല ജംഗ്ഷനിലോട്ട് പോകും, അവിടെ ചെന്ന് വിളിച്ചാൽ മതി. ഒന്ന് വിളിക്ക് കനകം. அம்மா உங்களுக்கும் கூப்பிடலாம்ல? நானே கூப்பிடுறேன். பாரு பாரு. പാറുവിനെ അല്ല, ശിവയെ. சிவையா? சிவா சிவா. എന്താ ആന്റി? எனக்கு தெரியாது. அம்மா சொல்லுங்கம்மா. ഇവിടെ മുതിർന്നവരാരും ഇല്ലാത്തത് കൊണ്ട് ഞാനാണിപ്പോ ഈ വീട്ടിലെ ഗ്രഹനാഥ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ അവസാന വാക്ക്. ഞാൻ പറയുന്നത് കേട്ടാ മതി. ആ, എനിക്ക് നിന്നോട് ആദ്യം പറയാനുള്ളത്, നീയേ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ബൈക്ക് എടുത്തോണ്ട് പോകുന്നുള്ള കറക്കം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തണം. അങ്ങനെ പോയാലേ ഞാൻ ലച്ചുവിനെ വിളിച്ചു പറയും. എന്നിട്ട് ബൈക്ക് എടുത്തങ്ങ് കുഴിപ്പളത്തോണ്ട് പൂട്ടി വെക്കും. ஐயோ அப்படி சொல்லாதீங்கம்மா. அந்த பைக்கினால தான் இங்க தேவையான விஷயங்கள் எல்லாம் நல்லபடியா நடக்குது. ബൈക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ലപടിയാ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ശിവാനിയോട് മോളുടെ ബോംബെ യാത്ര ഇല്ലേ, അതങ്ങ് മറന്നേക്ക്. ഏത്? ഞാൻ 7-ാം തീയതി പോവാൻ പ്ലാൻ ചെയ്ത മുംബൈ ട്രിപ്പാ? അതെ. എന്തോ വർത്താനം അമ്മ പറയുന്നേ? ഞങ്ങൾ 6 കൂട്ടുകാരും എല്ലാവരുടെയും വീട്ടിലും വിളിച്ച് പാരന്റ്സിനെ കൺവിൻസ് ചെയ്ത് ഫുൾ പെർമിഷൻ വാങ്ങി പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ വർത്താനം പറയണത്. അത് മാത്രമല്ല, ഞങ്ങൾ 6 പേരും ഒരുമിച്ച് ബോബ് കട്ടൊക്കെ ചെയ്ത് മുംബൈ പോയിട്ട് പൊളിക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു. ബോംബ് കട്ട് ചെയ്തിട്ടോ? ബോംബ് കട്ട് ചെയ്തിട്ടോ? എന്തോ നീ പറയുന്നേ? അമ്മമ്മ, ബോംബ് കട്ടല്ല, ബോബ് കട്ട്. അതായത് ഇപ്പം ഇവര് 6 പിള്ളേർക്ക് നല്ല അത്യാവശ്യം മുടി ഉണ്ടല്ലോ, അത് അവരങ്ങ് മുട്ടയടിക്കും. അല്ല, മുട്ടയടിക്കല്ല, കുറച്ച് മുടി ബാക്കി വെച്ചേക്കും. കറക്റ്റ് പറഞ്ഞത് എന്നെ പോലെ വെട്ടും. ஐயோ, അതായത് ആമ്പിള്ളേരെ പോലെ മുടി വെട്ടിട്ട് ഇവര് 6 പേരും കൂടെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണം, എൻഗേജ്മെന്റിന് പോയി അടിച്ചു പൊളിച്ചു വരും. അവിടെ ഒരു ബോംബ് കട്ട്. അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോഴേ അമ്മൂമ്മയോട് പറഞ്ഞിട്ട് പൊക്കോന്ന് പറഞ്ഞതേ, അമ്മൂമ്മയോട് പറഞ്ഞിട്ട് അമ്മൂമ്മേ ഞാൻ പോവാന്നേ എന്ന് പറഞ്ഞിട്ട് പോകാനല്ല, അമ്മൂമ്മയോട് ചോദിച്ച് അമ്മൂമ്മ അനുവാദം തരുവാണെങ്കിൽ പൊക്കോന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അമ്മൂമ്മ അനുവാദം കൊടുക്കണം. പ്രശ്നം കഴിഞ്ഞില്ലേ? പിന്നെ അവളിവിടുന്ന് വയറ്റില വരെയല്ലേ പോകുന്നത്. തന്നെയല്ല, അവൾക്ക് നല്ല മുടികൊഴിച്ചിലുണ്ട്. പിന്നെ ബോംബ് കട്ട് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മോത്തിന് ഭയങ്കര വൃത്തികേടാ. 8 ദിവസത്തെ ലീവ് എന്നല്ലയോ പറഞ്ഞത്? ആ 8 ദിവസം ഇവിടെ നിന്നാ മതി. പിന്നെ മോക്ക് എവിടെയെങ്കിലും ഒക്കെ പോയേ പറ്റുമെന്നുണ്ടെങ്കിൽ അമ്മൂമ്മ മക്കളെ പടവലത്ത് കൊണ്ടുപോവാ. ആ പടവലത്ത് പോയാ മതി, അവിടെ നിന്നാ മതി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നാ മതി. ഒരു കഷ്ടമില്ല, ഞാൻ പറയുന്നത് ഞാൻ കേട്ടാ മതി.